ഹരേ കൃഷ്ണ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഹൂ ഈസ് ഭഗവാൻ എന്ന ടോപ്പിക്കിനെ പറ്റി മനസ്സിലാക്കാം. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നുവരെ എനിക്ക് നൽകിയ സപ്പോർട്ടിന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ഭഗവാൻ എന്ന പദത്തെ പരാശരമുനി ഇങ്ങനെ വിശദീകരിച്ചു: 6 ഐശ്വര്യങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന പൂർണ്ണശക്തി, പൂർണ്ണ പ്രശസ്തി, സമ്പത്ത്, അറിവ്, സൗന്ദര്യം, ത്യാഗം എന്നിവയുള്ള ഒരാളാണ് ഭഗവാൻ, അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷൻ. കൃഷ്ണൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം 6 ഐശ്വര്യങ്ങളും പ്രകടിപ്പിച്ചു. അതിനാൽ പരാശരമുനി പോലുള്ള മഹാനായ ഋഷിമാർ എല്ലാവരും കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായി അംഗീകരിച്ചിട്ടുണ്ട്. പരമപുരുഷൻ 6 വിഭൂതികളിൽ നിറഞ്ഞിരിക്കുന്നു. ഒരു ഭക്തൻ അവനെ സമീപിക്കുമ്പോൾ ഈ 6 വിഭൂതികളുടെ കൈമാറ്റം നടക്കുന്നു. രാജാവിൻ്റെ സേവകൻ രാജാവിന് തുല്യമായ നിലയിൽ ആസ്വദിക്കുന്നു. അതിനാൽ നിത്യമായ ആനന്ദം, അക്ഷയമായ ആനന്ദം, നിത്യജീവൻ എന്നിവ ഭക്തി സേവനത്തോടൊപ്പമുണ്ട്. അതിനാൽ ബ്രഹ്മത്തെക്കുറിച്ചുള്ള സാക്ഷാത്കാരം, അല്ലെങ്കിൽ നിത്യത, അല്ലെങ്കിൽ അക്ഷയത ഭക്തി സേവനത്തിൽ ഉൾപ്പെടുന്നു. ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ഇതിനകം തന്നെ ഉണ്ട്. ബ്രഹ്മസംഹിതയിൽ നിന്ന് ഭഗവാൻ കൃഷ്ണൻ്റെ ശരീരത്തിൻ്റെ അതീന്ദ്രിയ ഗുണങ്ങളെക്കുറിച്ചുള്ള തെളിവുകൾ ചൈതന്യ മഹാപ്രഭു നൽകുന്നു. ഈശ്വരഃ പരമഃ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരതിർഗോവിന്ദ സർവകാരണ കാരണം. ഗോവിന്ദൻ എന്നറിയപ്പെടുന്ന കൃഷ്ണൻ പരമദിവ്യോത്തമനാണ്. അദ്ദേഹത്തിന് ശ്വാസതവും ആനന്ദപൂർവവുമായ ഒരു ആത്മീയ ശരീരമുണ്ട്. എല്ലാറ്റിൻ്റെയും ഉദ്ഭവം അവനാണ്. അദ്ദേഹത്തിന് മറ്റൊരു ഉദ്ഭവവുമില്ല. എല്ലാ കാരണങ്ങളുടെയും പ്രധാന കാരണക്കാരനാണ് അവൻ. ഈ രീതിയിൽ 6 ഐശ്വര്യങ്ങളാലും നിറഞ്ഞിരിക്കുന്ന കൃഷ്ണൻ ആദിമ ഭഗവാനാണെന്ന് ചൈതന്യ മഹാപ്രഭു തെളിവ് നൽകുന്നു. ആത്മീയ ആകാശത്തിലെ ഏറ്റവും ഉയർന്ന ഗൃഹവ്യവസ്ഥയായ ഗോലോക വൃന്ദാവനം എന്നറിയപ്പെടുന്ന കൃഷ്ണൻ്റെ വാസസ്ഥലമാണിത്. ഭഗവാനും ജീവസത്തകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഭഗവാൻ സ്രഷ്ടാവും ജീവസത്തകൾ സൃഷ്ടിക്കപ്പെട്ടവരുമാണ് എന്നതാണ്. ഇവിടെ അദ്ദേഹത്തെ അമോഘലീല എന്ന് വിളിക്കുന്നു. ഇത് അവൻ്റെ സൃഷ്ടിയിൽ ദുഃഖകരമായി ഒന്നുമില്ലെന്ന് സൂചിപ്പിക്കുന്നു. അവൻ്റെ സൃഷ്ടിയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നവർ സ്വയം അസ്വസ്ഥരാണ്. സമ്പത്ത്, ശക്തി, പ്രശസ്തി, സൗന്ദര്യം, അറിവ്, ത്യാഗം എന്നീ 6 ഐശ്വര്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതിനാൽ അവൻ എല്ലാ ഭൗതിക ക്ലേശങ്ങൾക്കും അതീതനാണ്. അതിനാൽ അവൻ ഇന്ദ്രിയങ്ങളുടെ അധിപനാണ്. ത്രിവിധ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ജീവജാലങ്ങളെ വീണ്ടെടുക്കുന്നതിനും അവയെ നിലനിർത്തുന്നതിനും കാലക്രമേണ അത്തരം പ്രവർത്തികളാൽ ഒട്ടും സാധിക്കപ്പെടാത്ത അവയെ നശിപ്പിക്കുന്നതിനായി അവൻ ഈ പ്രകടമായ പ്രപഞ്ചങ്ങളെ സൃഷ്ടിക്കുന്നു. ബ്രഹ്മം എന്ന വാക്കിൻ്റെ അർത്ഥം ഏറ്റവും വലിയവൻ എന്നാണ്. ഏറ്റവും വലിയവനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉടൻ തന്നെ എല്ലാ പ്രകാശങ്ങളുടെയും ഉറവിടമായ പരമദിവ്യോത്തമ പുരുഷനെയാണ് പരാമർശിക്കുന്നത്. ഏറ്റവും വലിയവന് 6 ഐശ്വര്യങ്ങൾ പൂർണ്ണമായി ഉള്ളില്ലെങ്കിൽ അവനെ മഹാൻ എന്ന് വിളിക്കാൻ കഴിയില്ല. 6 ഐശ്വര്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയവൻ പരമദിവ്യോത്തമ പുരുഷനാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പരമബ്രഹ്മവും പരമദിവ്യോത്തമ പുരുഷനാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.